ഓടിച്ചാടി നടക്കുന്ന, വാതോരാതെ സംസാരിക്കുന്ന, ഏത് സങ്കടകരമായ അവസ്ഥയും ഒരു നിമിഷം കൊണ്ട് സംസാരത്തിലൂടെ മാറ്റിമറിക്കുന്ന പെൺകുട്ടിയാണ് നസ്രിയ. അധികം ആരോടും സംസാരിക്കാത്ത ഫഹദിന്റെ ജീവിതത്തിലേക്ക് നസ്രിയ എത്തിയതോടെയാണ് ഫഹദിന്റെ പല സ്വഭാവങ്ങൾക്കും മാറ്റം വന്നതും. ഫഹദിന് കൂടുതൽ കൂട്ടുകാരെ കിട്ടിയതും കുറച്ചുകൂടി സോഷ്യലായി ജീവിക്കാൻ തുടങ്ങിയതും നസ്രിയയുടെ വരവോടെയാണ്. എന്നാൽ കുറച്ചു കാലമായി ഇരുവർക്കുമിടയിൽ ആ പഴയ സ്നേഹവും കരുതലും പ്രണയവുമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് പ്രേമലു സിനിമയുടെ വിജയാഘോഷത്തിൽ നസ്രിയ ഓടിച്ചാടി നടക്കുമ്പോൾ എന്തൊക്കെയോ മാനസിക സമ്മർദ്ദങ്ങളിൽപ്പെട്ടാണ് ഫഹദ് ഇരിക്കുന്നത്. നസ്രിയ വേദിയിൽ ഓടിച്ചാടി എല്ലാവരോടും സംസാരിച്ച് ചിരിച്ചു നിറഞ്ഞു നിൽക്കുമ്പോൾ വേദിയിലെ കസേരയിൽ ആരോടും സംസാരിക്കാതെ ഇരിക്കുന്ന ഫഹദിനെ കാണാം. അതിനുശേഷം നസ്രിയ അരികിൽ വന്നിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞാണ് ഫഹദിന്റെ ഇരിപ്പ്. അതിനുശേഷം വേദിയിലെത്തിയപ്പോൾ നസ്ലനും മാത്യുവും സംഗീത് പ്രതാപും ഒക്കെയായി നസ്രിയ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ അതത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടാത്തതുപോലെയാണ് ഫഹദിന്റെ നിൽപ്പ്. കുറച്ചുനേരം നസ്രിയയ്ക്ക് പിന്നിൽ നിന്ന ഫഹദ് പിന്നീട് അവിടെ നിന്നും മാറിപ്പോകുന്നതും കാണാം. ഇതൊന്നും നസ്രിയയുടെ ശ്രദ്ധയിൽപ്പെടുന്നുമില്ല. അതിനുശേഷം തിരികെ കസേരയിൽ വന്നിരുന്നപ്പോൾ രണ്ടുപേരും രണ്ട് സോഫകളിലായിട്ടാണ് ഇരിക്കുന്നത്. നസ്രിയയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ആരാധകർ ചർച്ചയാക്കുന്നതും ഇരുവരും എത്തിയ വീഡിയോകളാണ്. എൻ്റെ 30ാമത്തെ പിറന്നാളും ന്യൂ ഇയറും സൂക്ഷ്മദർശിനി സിനിമയുടെ വിജയവും അടക്കം മറ്റ് പ്രധാനപ്പെട്ട നിമിഷങ്ങളൊന്നും ആഘോഷിക്കാൻ പോലും സാധിക്കാതെ പോയതും ഈ കാരണം കൊണ്ടാണെന്നാണ് കഴിഞ്ഞ ദിവസം നസ്രിയ വെളിപ്പെടുത്തിയത്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അവരുടെ ഫോൺ കോളുകൾ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഞാൻ ചെയ്തില്ല. ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ഉണ്ടായ ആശങ്കകൾക്കും വിഷമങ്ങൾക്കും ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ടും നിശ്ചലമായ അവസ്ഥയിലായിരുന്നു. എന്നെ ജോലിക്ക് വേണ്ടി വിളിക്കാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും അവർക്ക് ഞാനുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്തതിനും ക്ഷമ ചോദിക്കുന്നുവെന്നാണ് നസ്രിയ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പറയാതെ വെളിപ്പെടുത്തിയത്. മലയാളികൾ മുഴുവൻ ആരാധിക്കുന്ന ഇട്ടുമൂടാൻ സ്വത്തും പണവും എന്തു ചെയ്യാനും സ്വാതന്ത്ര്യവും നൽകിയിട്ടുള്ള ജീവിത പങ്കാളിയും കുടുംബവും, അങ്ങനെ എല്ലാം കൊണ്ടും സൗഭാഗ്യവതിയെന്ന് വീട്ടുകാരും ആരാധകരും പറഞ്ഞ നടിയാണ് നസ്രിയ നസീം. പ്രായം 18 തികഞ്ഞപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞെങ്കിലും അതൊന്നും നസ്രിയയുടെ സന്തോഷകരമായ ജീവിതത്തിന് വിലങ്ങുതടിയായില്ല. വല്ലപ്പോഴും സിനിമയിൽ അഭിനയിക്കുകയും പരസ്യചിത്രങ്ങളിലും മറ്റും പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴുമെല്ലാം അതെല്ലാം സൂപ്പർ ഹിറ്റായി മാറി എന്ന ഭാഗ്യവും നസ്രിയയ്ക്കൊപ്പം തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി നസ്രിയ കടന്നു പോകുന്നത് മനസ്സിനേറ്റ വലിയ മുറിവുമായാണ്. അതിൽ നിന്നെല്ലാം കരകയറാനുള്ള ശ്രമത്തിലാണെന്ന നസ്രിയയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് ആരാധകരും അറിഞ്ഞത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.